ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യ 77ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ അശാന്തിയുടെ നാടുകളാണ് നമുക്ക് ചുറ്റുപാടുമുള്ള പല രാജ്യങ്ങളിലും. പ്രത്യേകിച്ച് പശ്ചിമേഷ്യ. ഏറ്റവും വലിയ ഉദാഹരണം പാലസ്തീനാണ്. ഇസ്രായേൽ നരനായാട്ട് അഭംഗുരം തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചയെ ഒരു അഭയാർത്ഥി കേന്ദ്രത്തിൽ റോക്കറ്റ് പതിച്ചിട്ട് 70-ലേറെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടു. ഏറെ നാൾ കാത്തിരുന്ന് തങ്ങൾക്ക് ഇരട്ട കുട്ടികൾ ജനിച്ചപ്പോൾ അതിന് സന്തോഷത്തിന് കുട്ടികൾ വെറും 4-ാം ദിവസം അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയി ഒരു യുവാവ് മടങ്ങി വന്നപ്പോൾ തൻ്റെ വീട്ടിലുണ്ടായിരുന്നവരും ഒരു കോൺക്രീറ്റ് കൂമ്പാരമായി മാറി. ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് എന്തുപയോഗമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ആ യുവാവിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധത്തിൻ്റെ കെടുതികൾ. ഇനിയിപ്പോൾ ഇസ്രയേലും ഇറാനും ഏറ്റുമുട്ടിയാൽ അത് പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളെ എല്ലാം ബാധിക്കും. ഇറാന് പിന്നിൽ റഷ്യയും ഇസ്രായേലിന് പിന്നിൽ അമേരിക്കയും അണിനിരന്നാൽ ഒരുപക്ഷെ ഒരു വലിയ യുദ്ധമായി മാറാനും മതി. ഇതേ സമയം റഷ്യയും ഉക്രൈനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. റഷ്യ കണക്ക് കൂട്ടിയതുപോലെ ഉക്രൈനെ അത് നിസ്സാരമായി തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ 2000-ലേറെ സ്ക്വയർ കിലോമീറ്റർ റഷ്യയുടെ ഭൂപ്രദേശം ഉക്രൈൻ കീഴടക്കി. വിശ്വസിക്കാനാകുമോ? അങ്ങനെ നമുക്ക് ചുറ്റും അശാന്തിയാണ്. ഇന്ത്യയിലേക്ക് മടങ്ങി വന്നാൽ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ സ്വാതന്ത്ര്യത്തിന്റെ ആ ഫലങ്ങൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ലഭിക്കുന്നുണ്ടോ? ഇല്ല. ഇക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനം. എന്തിന്? സ്ത്രീ പുരുഷ സമത്വം പോലും ഇന്ത്യയിൽ ഇപ്പോഴും പ്രാവർത്തികമായിട്ടില്ല. ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് ഭയശങ്ക കൂടാതെ തന്റെ ജോലി സ്ഥലത്തേക്ക് പോകുവാനോ സുരക്ഷയെ മടങ്ങി വരുവാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിർഭയമായി ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത ദിവസം ബംഗാളില് ഒരു വനിതാ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർ അനുഭവിക്കേണ്ടി വന്ന കൊടിയ പീഡനം വിവരിക്കുവാൻ നിയമം എന്നെ അനുവദിക്കുന്നില്ല. മുന്നോട്ട് കുതിക്കേണ്ട ലോകം ഇപ്പോൾ പല രംഗത്തും പിന്നോട്ട് കുതിക്കുകയാണ്. ഇറാനില് പെൺകുട്ടികളുടെ വിവാഹപ്രായം 18-ൽ നിന്ന് 9-ലേക്ക് കുറയ്ക്കുകയാണ് ചെയ്തത് അടുത്ത നാളില്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകള് വെറും അടിമകളെ പോലെയാണ്. നമുക്കറിയാം താലിബാൻ. സ്ത്രീകൾ അവർക്ക് സെക്സ് ഓബ്ജക്ട്സ് മാത്രമാണ്. എങ്കിലും നമുക്ക് പറയാം താരതമ്യേന മറ്റു പല രാജ്യങ്ങളെക്കാൾ നമ്മൾ മുൻപന്തിയിൽ തന്നെയാണ്. എങ്കിലും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഒക്കെ പ്രാവർത്തികമാകുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് സ്വപ്നം കാണാം. ജയ് ഹിന്ദ്.